So guys, once again welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങളുടെ എലൈറ്റ് മോഷനകത്ത് അടിപൊളിയായിട്ടുള്ള ഫേക്ക് സൂം എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം നിങ്ങളേണ്ട നേരെ വീട്ടിലോട്ടൊക്കെ പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ, അതായത് റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് റീനെയിം ചെയ്യുന്നുണ്ട്. ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് മാറ്റി ജസ്റ്റ് സൂം എന്നാക്കുന്നുണ്ട്. സൂമിൻ്റെ ട്രാൻസിഷൻ അല്ലേ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം സൂം ഓക്കെ, അതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്തൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോയോ വീഡിയോയോ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് കറക്റ്റ് സൈസിലല്ല കിടക്കുന്നത്, അതുകൊണ്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുന്നു. ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ചെന്നിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടി ഈ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഫക്സിലല്ല മൂവ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് ചെന്നിട്ട് സൂമിൻ്റെ ഓപ്ഷൻ ഇല്ല, അതിനകത്ത് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം പകുതി, അതായത് ആ ഒരു ലെയറിൻ്റെ ഡ്യൂറേഷൻ്റെ പകുതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ഒരു എൻഡിങ്ങിനോട് അടുപ്പിച്ചൂടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഈ നടുക്കത്തെ കീ ഫ്രെയിം ഇല്ല, അതിനകത്തോട്ട് വരിക. അതിനകത്തോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് സൂം ചെയ്യുക. ഓക്കെ, ഒരു വലിയ മാന്യമായ രീതിയിലുള്ള ഒരു സൂം കൊടുക്കുക. ഒത്തിരി അങ്ങ് സൂം ചെയ്ത് ഉള്ളിൽ അങ്ങ് കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പം എന്താ പറയുക, സൂം എഫക്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് മാർക്ക് ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്രാഫിനകത്താണ്. ഓക്കെ, ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഗ്രാഫ് അതാണ്ട് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കോപ്പി കർവിൻ്റെയും ഈ പേസ് കർവിൻ്റെയും താഴെയായിട്ട് എനേബിൾ ഓവർഷൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ അറ്റത്തെ സാധനം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കുറച്ച് വെക്കുക. ഓക്കെ, ഇത്ര ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ച് വെക്കുക. എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക. കണ്ടില്ല, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ കീ ഫ്രെയിം എടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി. അപ്പം ആദ്യമേ അത്രയും സൂം കയറി വരത്തില്ല. സൂമിനകത്ത് എന്നിട്ട് ഈ കീ ഫ്രെയിം ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവെക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. കണ്ടല്ലേ, സൂം എഫക്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. ഇത് ഫോട്ടോ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ലാഗ് പോലെ തോന്നുന്നത്. അപ്പോൾ വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇച്ചിലൂടെ എഫക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ കീ ഫ്രെയിം ഇല്ലേ, അതായത് ഈ സൂമിൻ്റെ കീ ഫ്രെയിമും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് സ്പീഡും സ്ലോ ആക്കാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടുന്ന് ഞാനിത് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മൂവ് ചെയ്താണ്ട് ഇവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് കാണിച്ചു തരാം. നോക്ക്, കണ്ടില്ലേ, ഇച്ചിലൂടെ ഫാസ്റ്റായി. ഇനി ഇച്ചിലൂടെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ അതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് അതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, എൻഡിൽ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ നല്ല ഡിലേ ആവും. കണ്ടില്ലേ, കറക്റ്റ് അങ്ങോട്ട് വന്നതും പോലില്ല. അപ്പോൾ ഇങ്ങനെയാണ് സൂം എഫക്റ്റ് നമുക്ക് എലൈറ്റ് മോഷനകത്തോട്ട് ക്ലിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സൂം എഫക്റ്റ് അല്ല, ഫേക്ക് സൂം എഫക്റ്റ്. അതായത് സൂമിൻ ആവാൻ തോന്നിയിട്ട് ബാക്ക് വരുന്ന എഫക്റ്റാണ് ഫേക്ക് സൂം എഫക്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഫക്ട്സ് വീഡിയോക്കകത്തും സ്റ്റാറ്റസ് വീഡിയോക്കകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റാണ്. ഉറപ്പായും യൂസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങളുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കൂടെ പോയി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അറിയാനും പറ്റും, ഗിവ് അവേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. Bye.